ലാഭമാർക്കാണ്, നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടമാർക്കാണ്. മെസ്സി ഇവിടെ വന്നു, ഇവിടെ പന്തുകളി നടന്ന് അതിൻ്റെ ലാഭമുണ്ട്, ടിക്കറ്റിങ്ങിൻ്റെ ലാഭം, അതിൻ്റെ നികുതി, സ്റ്റേഡിയത്തെ മറ്റ് പരസ്യ വരുമാനങ്ങൾ, മറ്റ് ഇതര വരുമാനങ്ങൾ, ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ വരുമാനങ്ങൾ, ഇതൊക്കെ ആർക്കാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകണമായിരുന്നത്. ഇത് 2022 അന്ന് വേൾഡ് കപ്പ് കഴിയുന്നത്. അതിനുശേഷം 2022 അവസാനമാണ് ഒരു ഇൻവിറ്റേഷൻ, ഒരു അഭിനന്ദന കത്ത് ഇവിടെ നിന്ന് കൊടുക്കുന്നത്. അതിനൊരു മറുപടി വരുന്നു. അതുപോലെ തന്നെ ഗോട്ടാഡ് എന്ന് പറയുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയിൽ നിന്ന് മന്ത്രിയുടെ പേഴ്സണൽ ഇമെയിലിലേക്ക് ഒരു കത്ത് വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മെസ്സിയെ കൊണ്ടുവരാനും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ ഇവിടെ കൊണ്ടുവരാനൊക്കെ അവർ തയ്യാറാണെന്ന് പറയുന്നു. തുടർന്ന് അതിന് മറുപടി അയക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മറ്റൊരു കത്ത് വരുന്നു. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ചെലവുകളും അവർ വഹിച്ചോളാമെന്ന് പറയുന്നു. അതിനുശേഷം ആ കത്തിടപാടുകൾ മുന്നോട്ട് പോകുന്നു. 2 വർഷക്കാലം കഴിയുമ്പോൾ ആ കത്തിടപാടുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ PS ആയിരുന്ന ശ്രീ സത്യപാലൻ്റെ ഒരു നോട്ട് മുഖാന്തരം സെക്രട്ടറിക്ക് കൈമാറുന്നു. അതുവരെ സെക്രട്ടറിക്ക് സംബന്ധിച്ച് ഈ വിവരങ്ങളെ സംബന്ധിച്ച് അറിവില്ല. അപ്പോൾ 2 വർഷക്കാലം ഇത്തരം കത്തിടപാടുകൾ മന്ത്രിയുടെ ഇമെയിലിൽ നിന്ന് ഇത്തരത്തിൽ ഈ പറയുന്ന ഗോട്ടാടുമായും അതോടൊപ്പം തന്നെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള ഇമെയിലിലേക്ക് പരസ്പരം നൽകിയിരുന്നു. അപ്പോൾ അങ്ങനെയല്ല അതൊരു കാര്യം കൈകാര്യം ചെയ്യേണ്ടത്. അത് അത്തരത്തിലല്ല ഒരു ഒഫീഷ്യൽ മാറ്റർ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ റൂൾസ് ഓഫ് ബിസിനസ്സിൽ വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ വലിയ ലംഘനങ്ങളുണ്ടായി. മാത്രമല്ല അതിനുശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ ഗോട്ടാട് എന്ന് പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിയുടെ ഇടപെടൽ കാണുന്നില്ല. പിന്നെ അത് RBC ആയി മാറുന്നു. അപ്പോൾ RBC എങ്ങനെയാണ് പ്രൊക്യൂർമെൻറ്റ് ചെയ്തത്, RBC എങ്ങനെയാണ് ഈ കരാറിൻ്റെ ഭാഗമായി വന്നത് എന്നടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ഫയലുകൾ കാണുന്നില്ല. അവർക്ക് സ്റ്റേഡിയം അവൈലബിൾ ആകുന്നു. ആ സ്റ്റേഡിയത്തിൻ്റെ അഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും അവ്യക്തത നിൽക്കുന്നു. മാത്രമല്ല ഇത് അർജന്റീന ഫുട്ബോൾ ക്ലബ്ബ് ടീം ഇവിടേക്ക് വന്നാൽ മെസ്സി ഒരു ചെറിയ താരമല്ലല്ലോ, ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള കളിക്കാരനാണ്, ലോകം മുഴുവൻ ആരാധിക്കപ്പെടുന്ന ഒരു ഫുട്ബോളറാണ്. ലാറ്റിൻ അമേരിക്കയിൽ ഒഴികെയുള്ള മറ്റെല്ലാ രാജ്യങ്ങളിലും ഇതിൻ്റെ സംരക്ഷണാവകാശം RBCക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല ഇതിൻ്റെ ടിക്കറ്റിങ്ങിൻ്റെ വരുമാനം ആർക്കാണ്? ഇതിൻ്റെ എക്സ്പെൻസ് 200 കോടിയാണ് കണക്കാക്കപ്പെടുന്നത്. വരുമാനം 82 കോടി കിട്ടുമെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള ആ തുക ആര് ചെലവഴിക്കും? അപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ ആ തുകയെപ്പറ്റി പരാമർശമില്ല, ധനക്കമ്മിയെ പിന്നെ പരാമർശമില്ല. അതിനുശേഷം പിന്നീട് വരുമ്പോൾ ഈ എക്സ്പെൻസ് ആര് വഹിക്കുമെന്ന് നോക്കുമ്പോൾ സ്വകാര്യ വ്യക്തി വഹിക്കും. സ്വകാര്യ വ്യക്തി എക്സ്പെൻസ് വഹിക്കുമ്പോൾ സർക്കാരിൻ്റെ മെഷീനറി അതിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. ആദ്യത്തെ മെയിലിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, സർക്കാർ ഇതിൻ്റെ ഫ്രണ്ട് ഫേസായി നിൽക്കണമെന്ന് പറയുന്നു. അപ്പോൾ സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക പരിവേഷം ഉപയോഗിക്കപ്പെടുന്ന ഒന്നിൽ അതുമായി ബന്ധപ്പെട്ട കരാറിലൊക്കെ ഗവൺമെൻറ് വ്യക്തത ഉണ്ടാകണം. അപ്പോൾ ആ വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട പല കരാറുകളിലും ഇല്ല. ലാഭമാർക്കാണ്, നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടമാർക്കാണ്. മെസ്സി ഇവിടെ വന്നു, ഇവിടെ പന്തുകളി നടന്ന് അതിൻ്റെ ലാഭമുണ്ട്, ടിക്കറ്റിങ്ങിൻ്റെ ലാഭം, അതിൻ്റെ നികുതി, സ്റ്റേഡിയത്തെ മറ്റ് പരസ്യ വരുമാനങ്ങൾ, മറ്റ് ഇതര വരുമാനങ്ങൾ, ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ വരുമാനങ്ങൾ, ഇതൊക്കെ ആർക്കാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകണമായിരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഫയൽ മൊത്തം അവ്യക്തമാണ്. അപ്പോൾ ഒരു തുടക്കം മുതലേ തന്നെ അവ്യക്തമായ ചില കാര്യങ്ങളുടെ പുറകെയാണ് അതുണ്ടായിരുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഇനി ഈ പണം $15 മില്യൺ 2 കളികൾക്ക് വേണ്ടി പറയപ്പെട്ടിരുന്നത്. അത് 2-ൽ നിന്ന് 1 ചുരുങ്ങിയപ്പോഴും പണം കുറയ്ക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ അധികമായ പണം കൈമാറിയോ? ഇനി വിദേശ പണ ഇടപാട് നടത്താനുള്ള അനുവാദം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചു എന്നുള്ളത് കൊണ്ട് ഈ കരാറ് പരിശുദ്ധമാകുന്നില്ല, ഈ ഇടപാടും ക്ലിയർ ആകുന്നില്ല. അതിൽ തന്നെ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, അന്തിമാനുമതികൾക്ക് വിധേയമാണ്. മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ സമ്മതപത്രവുമായി ബന്ധപ്പെട്ട് ഫിഫയുമായി ബന്ധപ്പെട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായി ബന്ധപ്പെട്ട് ഇതാണല്ലോ എൻ്റെ ഒരു ഒഫീഷ്യൽ ട്രാക്ക് എന്ന് പറയുന്നത്. ഇവിടെ കേരളത്തിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ ഉണ്ട്, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഉണ്ട്, ഫിഫയുണ്ട്, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഉണ്ട്. ഈ രീതിയിലൊന്നുമല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രൊസീജിയറിലായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. സ്പോൺസർഷിപ്പിനെ സംബന്ധിച്ചിട്ട് വെറുമൊരു സ്പോൺസർഷിപ്പ് അല്ലല്ലോ, ഒരു വലിയ വാണിജ്യ കരാറാണ്. നേരത്തെ പറഞ്ഞ പോലെ ലാറ്റിൻ അമേരിക്ക ഒഴികെയുള്ള മറ്റെല്ലാവരുടെയും സംരക്ഷണാവകാശമുണ്ട്. പരസ്യം, ലൈസൻസിങ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള 70% വരുമാനം RBCക്കും 30% വരുമാനം AFAക്കുമാണെന്നുള്ളതാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങളും സംസ്ഥാനത്തിൻ്റെ പേരും ഉപയോഗിച്ച് ഒരു സ്വകാര്യ കമ്പനി നടത്തിയ ഒരു വലിയ വാണിജ്യ ഇടപാടിൻ്റെ ഇടനിലക്കാരായി നിൽക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിനുണ്ടായിരുന്നില്ല, ഗവൺമെൻറ് സംവിധാനങ്ങൾക്കുണ്ടായിരുന്നില്ല. അതിലെങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ ഉണ്ടായിരുന്നതിനെ സംബന്ധിച്ചുള്ള കാരണം അത് കായിക വകുപ്പിൻ്റെ കീഴിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല എന്നുള്ളതുകൊണ്ടാണ് ധനവകുപ്പും നിയമവകുപ്പും ആ വിഷയത്തിൽ പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത് കൈമാറിയത്. ധനവകുപ്പ് നേരത്തെ തന്നെ കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തുകയും അതിൻ്റെ ഭാഗമായി ചില കണ്ടെത്തലുകൾ നടത്തുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ അന്വേഷണം പിന്നീട് മുന്നോട്ട് പോയില്ല. അത് ഇടയ്ക്ക് വെച്ച് എവിടെ വെച്ച് നിന്നു എന്നുള്ളത് അടുത്ത പരിശോധനയിൽ വ്യക്തമാക്കപ്പെടും. അപ്പോൾ അത് ഈ ഗവൺമെൻറ് മാത്രം കണ്ടെത്തിയ കാര്യങ്ങളല്ല. അത് കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് തന്നെ ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇതിലൊരു അന്വേഷണം ഉണ്ടായിരുന്നു.
ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദമായ കാര്യങ്ങൾ ധനവകുപ്പിൻ്റെയും നിയമവകുപ്പിൻ്റെയൊക്കെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടൊക്കെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. അതാണ് അതേപ്പറ്റി ഇത് പ്രാഥമികമായിട്ട് ഇപ്പോൾ പറയുന്നത്. വ്യക്തമായിട്ടൊരു അന്വേഷണം വകുപ്പ് തലത്തിൽ നടന്നല്ലോ, അതുകൊണ്ടാണല്ലോ അത് കൈമാറിയത്. ഇനി ബാക്കി വ്യക്തമായിട്ടൊരു അന്വേഷണം, അത് ഏത് അന്വേഷണം വേണമെന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് ഗവൺമെൻറ് ആലോചിച്ച് തീരുമാനിക്കും.